ഭൂമിയിലിരിക്കുന്ന നമുക്കൊക്കെ ബഹിരാകാശ നിലയം എപ്പോഴും ഒരുപാട് അതിശയം നൽകുന്ന ഒരു അനുഭവമാണ്. കേട്ടറിവുകളിലൂടെ വായിച്ചറിയുന്നതിലൂടെയൊക്കെ ബഹിരാകാശ വിശേഷങ്ങൾ നമുക്കെപ്പോഴും അത്ഭുതമാണ് സമ്മാനിക്കുക. എന്നാൽ നമ്മുടെ ശുഭാംശു ശുക്ല ബഹിരാകാശ നിലയത്തിലിരുന്ന് ഈ പ്രപഞ്ചം മുഴുവൻ കാണുകയാണ്. പ്രപഞ്ചം മുഴുവൻ ബഹിരാകാശ നിലയത്തിലിരുന്നാൽ കാണാൻ സാധിക്കുന്ന ഒരു സംവിധാനമാണ് കുപ്പോല മൊഡ്യൂൾ. ബഹിരാകാശ നിലയത്തിലെ 7 ജനാലകളുള്ള കുപ്പോല മൊഡ്യൂളിൽ നിന്ന് പുറത്തേക്ക് നോക്കിയാൽ പ്രപഞ്ചം ഒരുക്കിയിരിക്കുന്ന അത്ഭുത ലോകം കാണാമത്രേ. ആ കാഴ്ചകൾ ആസ്വദിക്കാൻ ശുഭാംശു ശുക്ലയ്ക്ക് അവസരം ലഭിച്ചിരിക്കുകയാണ്. രാകേഷ് ശർമ്മയ്ക്ക് ശേഷം ബഹിരാകാശത്തെത്തുന്ന ഇന്ത്യൻ പൗരനാകുമ്പോൾ ആ അവസരം അദ്ദേഹം നന്നേ ആസ്വദിക്കുകയും ചെയ്യുന്നുണ്ട്. ബഹിരാകാശ നിലയം സന്ദർശിക്കുന്ന ആദ്യ ഇന്ത്യക്കാരൻ എന്ന ചരിത്രപരമായ ബഹുമതിയും ഇനി ശുഭാംശു ശുക്ലയ്ക്ക് സ്വന്തം. ഈ യാത്ര ഇന്ത്യയുടെ അഭിമാനമായ ഗഗൻയാൻ ദൗത്യത്തിലേക്കുള്ള നിർണായക ചുവടുവയ്പ് കൂടിയാണ്. ലക്നൗ സ്വദേശിയായ ശുഭാംശു ശുക്ലയ്ക്ക് മുന്നിൽ ബഹിരാകാശ നിലയം തുറന്നിടുന്നത് സയൻസ് ഫിക്ഷൻ സിനിമകളെ വെല്ലുന്ന അത്ഭുതങ്ങളുടെ ലോകം. ആകാശത്തിലെ ആ ഭ്രമണപഥത്തിൽ അദ്ദേഹത്തെ കാത്തിരിക്കുന്ന കൗതുകകരമായ ചില കാഴ്ചകൾ പങ്കുവയ്ക്കാം. ഒരു ദിവസം 16 സൂര്യോദയം. ഭൂമിയിൽ 24 മണിക്കൂറിൽ ഒരു സൂര്യോദയവും ഒരു അസ്തമയവുമാണ് നാം കാണുന്നത് എങ്കിൽ ബഹിരാകാശ നിലയത്തിലെ യാത്രികർക്ക് ഇത് ഒരു ദിവസം 16 തവണ അനുഭവിക്കാം. മണിക്കൂറിൽ 28,000 കിലോമീറ്റർ വേഗതയിൽ കുതിക്കുന്ന നിലയം ഓരോ 90 മിനിറ്റിലും ഭൂമിയെ ഒരു തവണ ചുറ്റിവരും. ഇതിന്റെ ഫലമായി ഓരോ 45 മിനിറ്റിലും സൂര്യരശ്മി ഭൂമിയുടെ ചക്രവാളത്തിൽ ഉദിക്കുകയും അസ്തമിക്കുകയും ചെയ്യുന്ന വർണ്ണവിസ്മയത്തിന് സാക്ഷികളാകും. അറോറ എന്ന പ്രകാശ പ്രതിഭാസമാണ് മറ്റൊന്ന്. ഭൂമിയുടെ ധ്രുവപ്രദേശങ്ങളിൽ മാത്രം കാണാനാകുന്ന അറോറ എന്ന പ്രകാശ പ്രതിഭാസം ബഹിരാകാശത്ത് നിന്ന് നോക്കുമ്പോൾ പച്ചയും ചുവപ്പും കലർന്ന പ്രകാശത്തിന്റെ ഒരു തിരശീല പോലെ ഭൂമിക്ക് മുകളിൽ നൃത്തം ചെയ്യുന്നത് കാണാൻ സാധിക്കുമത്രേ. നിശബ്ദമായ ഒരു വെടിക്കെട്ട്, അതായത് പേടിപ്പെടുത്തുന്ന ഇടിമിന്നൽ. നിലയത്തിൽ നിന്നാൽ മേഘങ്ങൾക്കിടയിൽ നടക്കുന്ന വർണ്ണമനോഹരമായ ഒരു നിശബ്ദ കാഴ്ചയാണത്രേ. ശബ്ദമില്ലാതെ മേഘങ്ങളിൽ നിന്ന് മേഘങ്ങളിലേക്ക് പ്രകാശം ചിതറിത്തെറിക്കുന്നത്. ഭൂമിയുടെ ഒരു മൊത്ത കാഴ്ച, ശൂന്യതയിൽ അതിർത്തികളില്ലാതെ ഒരു ഒറ്റഗോളമായി തിളങ്ങുന്ന ഭൂമിയെ കാണുന്നത് ബഹിരാകാശ യാത്രകളിൽ വലിയ പരിവർത്തനം ഉണ്ടാകുമത്രേ. ഓവർവ്യൂ ഇഫക്റ്റ് എന്നാണ് ഈ അനുഭവം അറിയപ്പെടുന്നത്. ഇത് ഭൂമി എത്രമാത്രം ദുർബലവും ഒറ്റക്കെട്ടുമാണ് എന്നുള്ള തിരിച്ചറിവും നൽകുന്നു. ഇനി ബഹിരാകാശത്തെ അടുക്കള വിശേഷങ്ങൾ പറയുകയാണെങ്കിൽ ഭൂമിയെ പോലെ ബഹിരാകാശത്ത് ആഹാരം കഴിക്കുക അത്ര ഈസിയല്ല. ഭാരമില്ലായ്മ കാരണം ഭക്ഷണ രീതികളും വിഭവങ്ങളും ഏറെ വ്യത്യസ്തമാണ്. ഭക്ഷണത്തിന്റെ ഒരു ചെറിയ പൊടി പോലും വായുവിൽ പറന്നു നടന്ന് ഉപകരണങ്ങളിൽ കുടുങ്ങാനോ യാത്രികരുടെ കണ്ണിലും ശ്വാസകോശത്തിലും എത്താനോ സാധ്യതയുണ്ട്. അതുകൊണ്ട് പൊടിഞ്ഞു പോകാത്ത ഭക്ഷണങ്ങളാണ് തിരഞ്ഞെടുക്കുക. ഉദാഹരണത്തിന് ബ്രെഡിന് പകരം ടോർട്ടില, അതായത് ചപ്പാത്തി പോലെയുള്ളത്, അത് ഉപയോഗിക്കാം. ദ്രാവക രൂപത്തിലെ ഉപ്പും കുരുമുളകും ഉപയോഗിക്കാം. ഉപ്പും കുരുമുളകും പൊടിയായി ഉപയോഗിക്കാനാവാത്തതിനാൽ അത് ദ്രാവക രൂപത്തിലാണ് നൽകുന്നത്. കുരുമുളകിനെ എണ്ണയിലും ഉപ്പിനെ വെള്ളത്തിലും കലർത്തി സ്പ്രേ ചെയ്യുന്ന കുപ്പികളിലാണത്രേ ഇവർക്ക് ലഭിക്കുക. രുചിയില്ലായ്മയെ മറികടക്കാനും ചില ടിപ്പുകളുണ്ട്. ഭാരമില്ലാത്ത അവസ്ഥയിൽ ശരീരത്തിലെ ദ്രാവകങ്ങൾ തലച്ചോറിലേക്ക് കൂടുതൽ എത്തുന്നതിനാൽ യാത്രികർക്ക് ജലദോഷം വന്നതുപോലുള്ള അവസ്ഥയുണ്ടാകും. ഇത് അവരുടെ ഘ്രാണശക്തിയെയും രുചി അറിയാനുള്ള കഴിവിനെയും കുറയ്ക്കും. അതിനാൽ ബഹിരാകാശത്തേക്കുള്ള ഭക്ഷണത്തിൽ എരിവും പുളിയും മസാലയും അല്പം കൂടുതലായിരിക്കും. ശുഭാംശു ശുക്ലയുടെ ഈ ദൗത്യം കേവലം ഇത്തരം അനുഭവങ്ങളിലൂടെ പോകാൻ മാത്രമുള്ള ഒരു ബഹിരാകാശ യാത്രയല്ല, മറിച്ച് ഇന്ത്യയുടെ ശാസ്ത്ര സാങ്കേതിക രംഗത്തെ ഒരു വൻ കുതിച്ചുചാട്ടമാണ്. ഓരോ ഇന്ത്യക്കാരനും അഭിമാനത്തോടെ ആകാശത്തേക്ക് നോക്കാൻ പ്രേരിപ്പിക്കുന്ന ഈ ചരിത്ര നിമിഷം ഇനിയുള്ള തലമുറകൾക്കും ശാസ്ത്രത്തിന്റെ അനന്ത സാധ്യതകളിലേക്ക് പറന്നുയരാനുള്ള ഒരു ഇൻസ്പിറേഷനാകും. എന്നാൽ അതിനിടയിൽ ഇത്തരം രസകരമായ നിമിഷങ്ങൾ അത് മനസ്സിലാക്കുമ്പോൾ അതിനെ നമുക്ക് നിസ്സാരമായി തള്ളിക്കളയാൻ സാധിക്കുകയില്ല. കാരണം ഭൂമിയിലിരുന്ന് നമ്മൾ ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്കതൊക്കെ വലിയ കാര്യമായിരിക്കും. പക്ഷേ അവരുടെ മുന്നിൽ, ശുഭാംശു ശുക്ലയെ പോലുള്ള ബഹിരാകാശ സഞ്ചാരികളുടെ മുന്നിൽ ഇതിനേക്കാളും വലിയ കാര്യങ്ങളാണ് ഗൗരവമായിട്ടുള്ളത്. എന്തായാലും ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം വളരെ മനോഹരമായി നിർവഹിച്ച് വിജയശ്രീലാളിതനായി ശുഭാംശു ശുക്ല തിരിച്ചു വരട്ടെ. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.